ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുവാണേ, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മുണ്ടയ്ക്കിലോട്ട് പോവുകയാണേ. അപ്പോൾ കാശി ട്യൂഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാശി അവിടുന്ന് വിളിച്ചിട്ടാണ് നമ്മൾ മുണ്ടയ്ക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നല്ല വീഡിയോസ് ഒന്നും ഇടാത്തത് ഇവിടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പണികളൊന്നും തീർന്നിട്ടില്ല, ഈ ഒരാഴ്ചയും കൂടെ കാണും. അത് കഴിയുമ്പോൾ പെയിൻ്റ് അടിയുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുവാണ്, അതുകൊണ്ടാണ്. അപ്പം ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ മെയിനായിട്ട് മുണ്ടയ്ക്കിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല. ഇനി ഞായറാഴ്ച പണിയുണ്ടെങ്കിൽ അന്നേരം പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച വൈകിട്ട് എങ്കിൽ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ കടയിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പൊടിവാവയും ലച്ചും ഒന്നും ഇല്ലായിരുന്നു, ഒരു അപ്പുറം ഇപ്പുറം ഒക്കെ ആയിരുന്നു. അപ്പോൾ മനുഷ്യനാണെങ്കിൽ പൊടിവാവയും കൊണ്ട് വന്ന് അങ്ങനെ ഏണ്ടയെല്ലാം കൊടുത്തു. അപ്പോൾ എന്നെ കണ്ടതിന് ഹായ് ഒക്കെ പറയുവാണ്. എന്നിട്ട് ഐസ്ക്രീം എന്തെന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ ശ്രീമോൻ 2 ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ തുമ്പിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയായി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പ്രവീൺ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പ്രവീൺ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ആരാ എന്തുവാ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് ഈ ഫോണിൽ വിളിച്ചത്, ആരാന്നറിയാതെ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുക. ഞാൻ ചോദിച്ചാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ഏതോ ഒരു പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവരെ അറിയത്തില്ലെങ്കിൽ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ചേച്ചിയുടെ ഫോൺ കൊടുത്തേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തുമ്പിയും നമ്മുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞ്, അങ്ങനെ വരുന്നെന്ന് പറയല്ല, നമ്മൾ പറഞ്ഞതാ തുമ്പി വാ നമുക്ക് പോകാൻ. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കുഞ്ഞിനൊരു സങ്കടമല്ലേ പോകാതിരുന്ന. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ അവൾ തന്നെ വരുന്നത് കേട്ടോ. അവൾ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാതെ അങ്ങനെ നമ്മുടെ കൂടെ വന്നിട്ടില്ല. അങ്ങനെ ആദ്യം നമ്മുടെ കൂടെ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ തന്നെ സമയം 8:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവാതെ പോവാം. ഇനി അവിടെ ചെന്നാലും ഇനി എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എങ്ങോട്ടാണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ബി പാർക്കിൽ പോകാമെന്നാണ് ലച്ചു പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അച്ചു വീഡിയോ എടുക്കുമ്പോൾ അച്ചു അന്നേരം എല്ലാവരോടും പറയും വാ ഹായ് പറ എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ ഹായ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയ്ക്കത് നീ ഇന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, നീ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ ഇച്ചിരി ഹായ് പറച്ചിൽ കൂടുതലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് വരുവാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്ന വഴി നല്ല രസമായിരുന്നു കാണാൻ. ആ ചന്ദ്രൻ്റെ നിലാവട്ടത്തിൽ ആ തിരയടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അത്രയും അത് കിട്ടിയിട്ടില്ല. ഞാനപ്പോൾ അത് അച്ചുവിൻ്റെ അടുത്ത് പറയുക, ഞാൻ കുറേ വട്ടം നോക്കിയടി, പക്ഷേ ആ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാഞ്ഞതെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. വീഡിയോ എടുക്കുന്നതിനാണ് അച്ചു മുഖമൊക്കെ പൊത്തിപ്പിടിച്ചത് കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കൂടെ രാത്രി വന്ന് ഇറങ്ങിയതാണല്ലോ. അങ്ങനെ പൊടിവാ പാട്ടൊക്കെ ഇടാൻ പറഞ്ഞ് ഞാനങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ തുള്ളി പോവാണ്. അപ്പോൾ കാശിയാണെങ്കിലും ശ്രീമോനാണെങ്കിലും എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. പാട്ട് കേട്ടപ്പോഴത്തേക്ക്, ഇവരുടെ ഡാൻസ് കണ്ടപ്പോഴത്തേക്ക് ശ്രീമോനും അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ തുമ്പിയൊക്കെ വന്നതിൻ്റെ ഭയങ്കര ജാടയിലായിരുന്നു കാശിക്ക് തുമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട. പൊടിവാവെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ചേച്ചി അത് പറയുകയും ചെയ്തു, നിനക്ക് തുമ്പിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളെ ആരെയും വേണ്ടല്ലേടാ, നിനക്ക് ബാക്കി എല്ലാ സമയത്തും എൻ്റെ മോളെ വേണമല്ലോ, എൻ്റെ മോളെ നീ മൈൻഡ് പോലും ചെയ്തില്ലല്ലോടാ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ തുമ്പി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടല്ലേ, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. പഴയ പോലെ നമ്മുടെ ബീച്ചിൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ടേ ബ്ലോക്കാവും, വണ്ടി 2 സൈഡിലും കൊണ്ടിടും. അങ്ങനെ നമ്മൾ ബീച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലായിടമൊന്നും വെട്ടമില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ വെട്ടമുള്ളൂ. പിന്നെ പാർക്കൊന്നും ഇല്ലല്ലോ. പാർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരെ നമുക്ക് അവിടെ ഒന്ന് കയറ്റിയാൽ മതിയായിരുന്നു, വേറെ എവിടെയും പോകേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ച് വരുമ്പോൾ എന്തായാലും മത്സ്യകന്യയുടെ ഫോട്ടോ ഒന്ന് എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സ്ഥലം ഉള്ളിടത്തോട്ട് വണ്ടി കൊണ്ടിടുവാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇവിടെ വെട്ടമില്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറ്റി ഇടാമെന്ന് പറഞ്ഞു. അന്നേരം ഏട്ടൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം, ഇവിടെ ഇട്ടിട്ട് സ്ഥലം ഉള്ളിടത്ത് ഇടാമെന്ന് പറഞ്ഞു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും അവിടെയാണ് സ്ഥലം കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് പോവുകയാണേ. അപ്പോൾ മാങ്ങയും പൈനാപ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ബാക്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ പിന്നെ പൊടിവാ പറഞ്ഞു ശ്രീമോനെ താഴെ ഇറക്ക് പാറുവാമി, എന്നെ എടുക്കാൻ പറഞ്ഞു. ശ്രീമോൻ ജന്മം ചെയ്താൽ ഇറങ്ങത്തില്ലല്ലോ. ശ്രീമോൻ എല്ലാവരുമായിട്ട് ഒന്ന് ഇച്ചിരി ഇതായി വരണം. അത് കഴിയുമ്പോൾ എല്ലാവരുടെയും കൈ പോവും. അതുവരെ ശ്രീമോന് ഭയങ്കര പാടാണ് എല്ലാവരുടെയും കൈ പോവാനേ. അപ്പോൾ എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നടന്നു പോയ വഴിയിൽ ഒരു കളിപ്പാട്ട കട കണ്ട ഉടനെ കാശി ഓടി അങ്ങോട്ട് പോയി. എന്തോ പേനയും പെൻസിലും എന്നിട്ടൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു പോരെന്ന് പറഞ്ഞു. അപ്പോൾ വെട്ടമില്ലായിരുന്നു അവിടെ ഒന്നും. അപ്പോൾ പട്ടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പട്ടിശല്യം കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേരെ നമ്മുടെ കൂടെ വിളിച്ചുകൊണ്ട് നമ്മളങ്ങ് പോവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പട്ടിയുടെ കാണുന്നുണ്ടെങ്കിൽ ഇവർ ഓടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ അവിടെ കൊണ്ട് വെച്ച് വെക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെ ഓരോ
ഇട്ട് ഇതാക്കിയതാണെന്ന് തോന്നുന്നു. എല്ലാം ഏതൊക്കെ മരങ്ങളാണെന്ന് അതിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ നോക്കി കുറച്ച് സമയം നിന്നിട്ട് ഇങ്ങോട്ടിങ്ങ് പോകുന്നു. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ പൈനാപ്പിൾ മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കടല വാങ്ങിക്കാൻ പോയി. അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുമല്ലേ, അപ്പോൾ കടലയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഒരു കടലയെ വാങ്ങിച്ചുള്ളൂ. ഒരു കടല വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഞാൻ ഈ കടലയൊന്നും കഴിക്കത്തില്ല കേട്ടോ. കടല കഴിക്കും, പക്ഷേ ഈ വെജിറ്റബിൾ എല്ലാം ഇടുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇവരെല്ലാവരും ഒരെണ്ണം വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. തുമ്പിയാണെങ്കിൽ മാങ്ങയാണ് കഴിക്കുന്നത്. കാശ് പൈനാപ്പിളും കഴിച്ചു. ശ്രീമോൻ്റെ കയ്യിൽ ഒരു മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്ത്, ഞാൻ ഓർത്ത് ഇവൻ്റെ കയ്യിൽ എന്തുവാ ലോലിപ്പോപ്പാണോ ഇരിക്കുന്നത്, ഇവൻ നക്കി നക്കി ഇരിക്കുന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ കളിയും ചിരിയെല്ലാം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി കളിക്കുവാണ്. ഇറക്കി വിട്ടതല്ലേ, അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് അറുമാദിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പോയൊരു സീറ്റ് അങ്ങ് പിടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹായ് നല്ല പരിചയം ഉണ്ടല്ലോ, എവിടെ വീട്, എന്താ ജോലി എന്നൊക്കെ ഞാൻ ഏട്ടനെ ചോദിച്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അതിനുള്ള മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. എരി ഉണ്ടായിരുന്നു, നല്ല എരി ഉണ്ടായിരുന്നു കടലയ്ക്ക്. അപ്പം തുമ്പിക്ക് കൊടുത്തപ്പോൾ തുമ്പി പറഞ്ഞു, തുമ്പിക്ക് വേണ്ട എരിയാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും എരിയാന്ന് പറയാൻ തുമ്പി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെയോ മുഖമൊക്കെ വെക്കുന്നത് കണ്ടോ, എരിയാന്ന് അവളങ്ങ് കാണിക്കുവാണ്. അവൾ മാങ്ങയാ തിന്നത്, എരിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കടല തിന്നാൽ എരിയാവും എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പോഴത്തേക്ക് ലച്ചുവും പൊടിവാവയും എല്ലാവരും കൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ശ്രീമോനെ തറയിൽ ഇറക്കിയപ്പോഴത്തേക്ക് മണ്ണ് വാരി തലയിൽ കൂടി ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ ചേച്ചി അങ്ങ് എടുത്തു. അപ്പോൾ പൊടിവാവയും കൊണ്ട് ഞാനങ്ങ് നടക്കുവാണ്. അപ്പോൾ പൊടിവാവ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഐസ്ക്രീം വാങ്ങിച്ചു തരണേ. എൻ്റെ അടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളെന്നറിയാം. ചേച്ചി പറഞ്ഞുകൊണ്ടാണ് വന്നത്, രാത്രി അല്ലേ, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കണ്ട, ചെറിയ ചൂടും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സോപ്പ് ഇടുന്നുണ്ട്, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നിന് വാങ്ങിച്ചു തരാം, നാളെ മാമി ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ എളിയെ കയറി ഇരുന്ന് എനിക്ക് ഉമ്മയൊക്കെ തന്നെ സോപ്പ് ഇടുവാണേ. അവിടെ ഇപ്പോൾ പെനി ഐസ്ക്രീം ഉണ്ടല്ലോ, അതിനാണ് അങ്ങോട്ട് നോക്കുന്നത്. അവിടെ പോയി ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി ചാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതാവത്തില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു നമുക്കങ്ങ് പോവാം, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്, എവിടെ പോയി ഫുഡ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ തങ്കശ്ശേരി പോയി മീനൊക്കെ കഴിക്കാമെന്നുള്ള ഇതിൽ നിന്നു. അപ്പോൾ ചേച്ചി മീനൊന്നും കഴിക്കത്തില്ല, കക്കയും കൊഞ്ചുമൊക്കെ കഴിക്കും, മീനൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ലാസ്റ്റ് ഇവർക്കെല്ലാം പിന്നെ തട്ടുദോശ ഭയങ്കര ഇഷ്ടമാണല്ലോ, 365 ദിവസം തട്ടുദോശ കൊടുത്താലും കഴിക്കുന്ന ടീം ആയതുകൊണ്ട് അവർ തട്ടുദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബെൻസീറിൻ്റെ ഫ്രണ്ടിൽ തട്ടുകടയിൽ പോകാമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് പോയിട്ട് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോവുകയാണേ. അവിടെ ചെന്നപ്പോൾ എന്തായാലും നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറി കേട്ടോ. അങ്ങനെ കയറി എല്ലാവർക്കും ദോശ പറഞ്ഞു. അപ്പോൾ ഞാൻ തുമ്പിയോട് ചോദിക്കുകയാണ്, തുമ്പിക്ക് എന്തൊക്കെ വേണമെന്ന്, ദോശ വേണോ പൊറോട്ട വേണോ, അപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓംപ്ലേറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയുണ്ട്, എനിക്ക് ദോശ കഴിക്കത്തില്ല, അതുകൊണ്ട് പൊറോട്ടയും ഞാൻ സാമ്പാറുമാണ് വാങ്ങിച്ചത്. ആ മുളക് ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ലച്ചു ആണെങ്കിൽ ടേസ്റ്റൊക്കെ വന്ന് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുവാണ്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുമ്പി കഴിക്കാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കഴിക്കാതിരിക്കുന്നത്, ചൂടാന്ന് പറഞ്ഞു. അങ്ങനെ അവക്കും പൊടിവാവയ്ക്കും കൂടെ ഞാൻ വായി വെച്ച് കൊടുക്കുവാണേ. ശ്രീമോനാണെങ്കിൽ ചേച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, പൊടിവാവ എൻ്റെ കയ്യിൽ. അപ്പോൾ പൊടിവാവ അത് വേണം ഇത് വേണം, അതിൻ്റെ അകത്ത് സാമ്പാർ ഒഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ, കഴിപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ സാമ്പാർ ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. പൊടിവാവയ്ക്ക് വേറെ വല്ലതും വേണമെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അന്നേരം പൊടിവാവ പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈ വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചിക്കൻ ഫ്രൈ വേണോ പൊടിവാവയ്ക്ക്? അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈ എന്നേ. ഇവിടെ ചിക്കൻ ഫ്രൈ ഒന്നും ഇല്ല കേട്ടോ, ഓംപ്ലേറ്റ് മാത്രമേ ഉള്ളൂ ആകെ, അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ പറഞ്ഞു പൊരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങ് പോയി കേട്ടോ ചിരിച്ചുകൊണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത്, എവിടെയോ ഒരു വാലുകാച്ചിനോ കല്യാണത്തിനോ പോയപ്പോൾ അവിടെ ചെന്നിരുന്നുകൊണ്ട് നമുക്കൊന്ന് മന്തി കഴിച്ചാലോ എന്ന് ചോദിച്ച ടീം അവൾക്ക് ഇച്ചിരി ഡയലോഗടി ഇപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ അങ്ങ് വണ്ടിയിലോട്ട് കയറുവാണ്. ഇനി നമ്മൾ വീട്ടിലോട്ട് അങ്ങ് പോവുകയാണ്. അതിന് മുമ്പ് ഏട്ടൻ ചോദിച്ചു വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ, ഇവിടെ നിന്ന് ചൂടുവെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മളാദ്യം പെട്രോൾ അടിക്കാൻ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വന്ന് ജ്യൂസ് കടയിൽ കയറി. നമ്മുടെ തട്ടുകടയുടെ അടുത്ത് തന്നെയാണെന്ന് ജ്യൂസ് കടയും. അങ്ങനെ അവിടെ കയറി ഓരോരുത്തരും അപ്പോൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങി ഏതൊക്കെ വേണമെന്ന്. വാട്ടർമെലൺ ജ്യൂസ് കാശിക്കില്ലാത്ത കാര്യമില്ലല്ലോ. അപ്പം തുമ്പിയോടും ചോദിച്ചു, തുമ്പിക്ക് ഏതാ ജ്യൂസാണ് വേണ്ടത്? അപ്പോൾ തുമ്പിയും പറയുന്നു തുമ്പിക്ക് വാട്ടർമെലൺ മതിയെന്ന്. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസും ലൈമും പിന്നെ ചേച്ചിക്ക് നാരങ്ങയായിരുന്നു വേണ്ടുന്നത്, അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ഓരോരുത്തരും കുടിച്ചപ്പോൾ ലച്ചു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് വാങ്ങിച്ചതിൽ നിന്ന് പകുതി ലച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു, അച്ചുവും കുടിച്ചില്ല. എല്ലാവർക്കും ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് 2-3-4 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളങ്ങ് തിരിച്ച് പോവുകയാണ്.
അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം ശ്രീമോനാണെങ്കിൽ അച്ചു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിവാവയ്ക്കും വാങ്ങിച്ചു കൊടുത്തു. പൊടിവാവയുടെ കയ്യിലിരിക്കുന്നത്. ശ്രീമോൻ മധുരം ഇഷ്ടമായതുകൊണ്ട് പേടയാണ് വാങ്ങിച്ചത്. അപ്പോൾ പേട കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആസ്വദിച്ച് ടേസ്റ്റ് കൂടിയപ്പോൾ എൻ്റെ കൈക്ക് 2 കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടിവാവ പറഞ്ഞു ഇച്ചിരി തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊടിവാവയ്ക്ക് ഇച്ചിരി കൊടുത്തു. പൊടിവാവയുടെ ചോദിച്ചിട്ട് പൊടിവാവ തന്നതുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി നിനക്ക് തരാടി, നിനക്ക് ഇനി ഞാൻ കിണ്ടി തരുമെന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ കളിയാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ അകത്ത് കയറി കാശ് പോയൊരു ബോൾ ഐസ്ക്രീം എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി. പിന്നെ വന്ന് എല്ലാവരും കുറച്ച് പോകാൻ മനസ്സില്ല, പിന്നെ എല്ലാവരും നിൽക്കുക പൊടിവാവ പോകത്തില്ലെന്നും പറഞ്ഞ് നിന്നുകൊണ്ട് പിന്നെ നമ്മൾ വന്ന് കുറച്ച് സമയം അവിടെ നിന്നേ. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നതുകൊണ്ട് തന്നെ അച്ഛനും വന്ന് കുറച്ച് സമയം അങ്ങ് അവിടെ ഇരുന്ന്. അപ്പോൾ ജ്യൂസിന് വേണ്ടി നിൽക്കുക ശ്രീമോനും. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീടങ്ങ് എത്തി. അപ്പോൾ ഞായറാഴ്ച പണിയുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ലെന്ന് ഓർത്തിരുന്നത്, പക്ഷേ ഞായറാഴ്ച പണിയില്ലായിരുന്നു കേട്ടോ. ആ കാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ ബൈ ബൈ, സി യു, താങ്ക് യു.